മലപ്പുറം ജില്ലയ്ക്കെതിരായ വിദ്വേഷ പരാമർശത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ സമസ്ത മുഖപത്രം സുപ്രഭാതം. വിദ്വേഷ പ്രസംഗത്തിൽ PC ജോർജിനോട് മത്സരിക്കുന്നയാളായി വെള്ളാപ്പള്ളി മാറി. ശ്രീനാരായണീയരെ നാഗ്പൂരിലെ കാവ്യരാഷ്ട്രീയത്തിന്റെ ഗുഹാമുഖത്തേക്ക് ആട്ടിത്തെളിയിക്കുകയാണ്. നാഗ്പൂരിലേക്കുള്ള ദൂരം കുറയ്ക്കാൻ വെള്ളാപ്പള്ളി നടത്തുന്ന ശ്രമങ്ങൾ കേരളത്തിന്റെ ജാതിമത സൗഹാർദ്ദങ്ങൾ എവിടെ എത്തിക്കുമെന്നും മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നു. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്കെതിരെ മുസ്ലിം ലീഗും രംഗത്ത് വന്നു. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന സമൂഹം തന്നെ തള്ളിക്കളഞ്ഞുവെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ആ പ്രസ്താവന ഇന്നലെ വന്നതിന് ശേഷം ഒരു പൂച്ചക്കുട്ടിയുടെ പിന്തുണയിൽ കിട്ടി. ആരും അതിനെ പിന്തുണച്ചോ നല്ല അഭിപ്രായം പറയുകയോ ചെയ്തില്ലല്ലോ. അത് മാത്രമല്ല, കേരളമല്ലേ ഇത്. കേരളത്തിൽ ഇത്തരം പ്രസ്താവനകളൊക്കെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി നടത്തുന്നതാണ്. അറ്റൻഷൻ കിട്ടാൻ വേണ്ടി, ന്യൂസിനൊക്കെ വേണ്ടിയിട്ട്, പൊളിറ്റിക്കൽ മുതലെടുപ്പിന് ഇത് ഉതകും എന്നൊക്കെ കരുതി പാവം ഇങ്ങനത്തെ പ്രസ്താവന ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അവരറിയുന്നില്ല അവർക്ക് ഇത് കേരളമാണ്, കേരളത്തിലുള്ള എന്തിനേയും പോവുകയുള്ളൂ. ഇവരങ്ങോട്ട് പ്രസ്താവന ഇറക്കി അവിടെ ഭൂമി വിൽക്കുമെന്ന്. അതാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. മലപ്പുറത്തെക്കുറിച്ചുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം തള്ളി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രംഗത്ത് വന്നു. മലപ്പുറത്തെ പ്രത്യേകമായി കാണേണ്ടതില്ലെന്നാണ് CPM നിലപാട്. മലപ്പുറം കേരളത്തിന്റെ ഭാഗമാണെന്നും ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെതാണ് എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതൊന്നും അത്ര വലിയ വിവാദമായിട്ട് കാണില്ല. ഇവരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വിവാദമാക്കാൻ പുറപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ട്. അതെ, അവർ പ്രതികരിച്ചോട്ടെ. ഞങ്ങൾ കയ്യിൽ പോകുമ്പോൾ പ്രതികരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് മലപ്പുറത്തെ പ്രത്യേകമായിട്ട് കാണേണ്ടതൊന്നുമില്ല. കേരളത്തിന്റെ ഭാഗമാണ് മലപ്പുറം. മലപ്പുറം എന്ന് പറയുന്നത് പ്രത്യേകമായി ഉന്നം വെച്ചോ മലപ്പുറം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെതാണോ എന്ന് പറയുന്നത് യാതൊരു കാര്യമില്ല. മലപ്പുറത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ് CPIM. അതേസമയം വെള്ളാപ്പള്ളിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ അനുവദിക്കില്ലെന്ന് BJP നേതാവ് V മുരളീധരൻ പറഞ്ഞു. ഹിന്ദു നേതാക്കൾ അവരുടെ നിലപാട് പറയുമ്പോൾ ലീഗും കോൺഗ്രസും CPM നേരത്തെയും ഒറ്റതിരിഞ്ഞ് ആക്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ആക്രമിക്കാമെന്നത് വ്യാമോഹം മാത്രമാണെന്നും മുരളീധരൻ പറയും. ഹിന്ദു സമൂഹത്തിന്റെ കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് അവരുടെ ശബ്ദം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സംഘടിതമായിട്ടുള്ള ശ്രമം മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും അതുപോലെ കോൺഗ്രസിന്റെയും CPMന്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ആദ്യമായിട്ടല്ല. ഇത്തരത്തിലുള്ള അക്രമങ്ങളെ നേരത്തെ എത്ര ശക്തമായി നേരിട്ടിരുന്നുവോ അതിനേക്കാൾ ശക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മറ്റെല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് നേരിടും. അതുകൊണ്ട് വെള്ളാപ്പള്ളിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് അദ്ദേഹത്തിന്റെ ശബ്ദം ഇല്ലാതാക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ വ്യാമോഹം മാത്രമാണ്. വെള്ളാപ്പള്ളിയെ BJP അനുകൂലിക്കുന്നു. അതേസമയം ബാക്കി എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളും മുസ്ലിം ലീഗ് ആവട്ടെ CPM ആവട്ടെ കടന്നാക്രമിക്കുകയാണ്. കോൺഗ്രസ് അടക്കം വെള്ളാപ്പള്ളിയെ കടന്നാക്രമിക്കുന്നു എന്നതാണ് ഈ രാഷ്ട്രീയത്തിന്റെ ഇതുവരെയുള്ള ചിത്രം. ഇതിനിടയിൽ തന്നെ ചില നിയമ പോരാട്ടങ്ങൾക്കുള്ള തുടക്കം കൂടി ഉണ്ടായിട്ടുണ്ട്. CB അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, എന്തായാലും വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന മുഖ്യധാരയിൽ എല്ലാവരും തള്ളിക്കളയുകയാണ്. BJP മാത്രമാണ് പിന്തുണയ്ക്കുന്നത്. സ്വാഭാവികമാണ്. BJP മുൻപും അത്തരം നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ നിയമ പോരാട്ടം തന്നെ അത്തരം സാധ്യതകൾ മുമ്പും വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾ നിയമപ്രശ്നങ്ങൾക്ക് ഇടവെച്ചിട്ടുള്ളതാണ്, കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെയും അത്തരം നീക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ? എന്താണ് മലപ്പുറം പറയുന്ന രാഷ്ട്രീയം? സജിത്ത്, വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പ്രസംഗം അത് മലപ്പുറത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇതിനോടകം തന്നെ വഴിയൊരുക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ്. എല്ലാ നേതാക്കളും ഒരേ സ്വരത്തിൽ അതിനെ എതിർക്കുകയും നിശിതമായ ഭാഷ വിമർശിക്കുകയും ചെയ്തു. ഇന്നലെ AYFും അതുപോലെ യൂത്ത് ലീഗും ഇതിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ കേസെടുക്കുന്ന തരത്തിലേക്കുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. പക്ഷേ വരും മണിക്കൂറുകളിൽ അതിൻ്റെ സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിനെ ചൊല്ലി സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ വന്ന വിമർശനമാണ്. നാഗ്പൂരിലേക്ക് ഉള്ള ദൂരം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഗുരുദേവന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കേണ്ടവർ അദ്ദേഹം പറഞ്ഞതിൻ്റെ നേരെ വിപരീതമാണ് ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് വേദന വരുത്തരുതെന്ന ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള സമുദായങ്ങളെ വേദനിപ്പിച്ച് അതിൽ സുഖം കണ്ടെത്തുകയാണ് വെള്ളാപ്പള്ളി ചെയ്യുന്നതെന്ന് വിമർശിച്ചിരുന്നു.